ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ ഗുരുരാധ്യാം ശിവലിംഗാര്യമധ്യമാം ബോധാനന്ദ സംസരന്തി അസ്മദാചാര്യപര്യന്താം ശിഷ്യസംഘാന്വിതാം ശുഭാം ഗുരുചൈതന്യസമന്വിതാം ദിവ്യാം ജ്ഞാനപ്രവാഹിനീം വന്ദേ താം ചേതനാം പുനഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ജോയിൻ ചെയ്ത വിവിധ ദേശങ്ങളിലുള്ള ഗുരുധർമ്മ പഠിതാക്കൾ, സജ്ജനങ്ങൾ, എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. നമ്മൾ വിചാരം ചെയ്യുന്ന ഗ്രന്ഥം മഹാകവിയും സ്വാമി തൃപാദങ്ങളുടെ ശിഷ്യോത്തമനുമായ കുമാരനാശാൻ രചിച്ച ശ്രീ ശാരദാഷ്ടകമാണ്. ഈ കൃതിയുടെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലായി അധ്യയനം ചെയ്തു. തുടർന്ന് 3-ാമത്തെ ശ്ലോകം, ദേവി നൈവ മതഭേദ നിർഗമാൻ ദുർഗമാൻ ജിഗമിഷാമ്യഹം പദ ത്വാം പരാം ഗതിമുപൈമി കാതരഃ ശാരദേ ശ്രുതി വിശാരദാർച്ചിതേ. ആവർത്തിക്കാം. ദേവി നൈവ മതഭേദ നിർഗമാൻ ദുർഗമാൻ ജിഗമിഷാമ്യഹം പദഃ ത്വാം പരാം ഗതിമുപൈമി കാതരഃ ശാരദേ ശ്രുതി വിശാരദാർച്ചിതേ. മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിലും ആശാൻ ബോധിപ്പിക്കുന്നത്. ഈ ശ്ലോകത്തിൽ 2-ാമത്തെ വരിയിൽ ജിഗമിഷാമ്യഹം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ചെറിയ സന്ധി വരുന്നുണ്ട്. ജിഗമിഷാമി പ്ലസ് അഹം എന്നുള്ളത്. അതേപോലെ 3-ാമത്തെ വരിയിൽ ഗതിം ഉപൈമി എന്നുള്ളതിലും ഗതിം പ്ലസ് ഉപൈമി, ഉപൈമി എന്നാണ് വാക്ക്. ഇങ്ങനെ വളരെ ചെറിയ 2 പദച്ഛേദങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഈ ശ്ലോകത്തിന്റെ താത്പര്യ നിർണയം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നമുക്കിതിന്റെ ക്രിയാപദത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ശ്ലോകത്തിന്റെ താത്പര്യ നിർണയം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ശ്ലോകത്തിൽ മുഖ്യമായും 2 വേർബ്സ്, 2 ക്രിയാപദങ്ങളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ 2-ാമത്തെ പദത്തിലെ ജിഗമിഷാമി എന്നുള്ളൊരു പദവും, അതേപോലെ 2-ാമത്തെ വരിയിലെ ജിഗമിഷാമി എന്നുള്ള പദവും, 3-ാമത്തെ വരിയിലെ ഉപൈമി, ഗതിം കഴിഞ്ഞിട്ട് ഒരു ഉപൈമി വരുന്നു, ഉപൈമി എന്നുള്ള പദം. ഇത് രണ്ടുമാണ് ക്രിയാപദങ്ങൾ. ഈ 2 ക്രിയാപദങ്ങളോട് മറ്റുള്ള വാചകങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ശ്ലോക താത്പര്യം ഗ്രഹിക്കാൻ സാധിക്കും. ഇപ്പൊ ജിഗമിഷാമി എന്നുള്ളത് സംസ്കൃതത്തില് പ്രയോഗിക്കപ്പെടുന്ന ചില പ്രത്യേക പദങ്ങളാണ്. അവയെ സന്നദ്ധ പദങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ സൻ എന്നൊരു പ്രത്യയമുണ്ട്. ആ സൻ എന്നൊരു പ്രത്യയം ഒരു ധാതുവിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ഛാവാചക അർത്ഥം കിട്ടും. ഇച്ഛാവാചക അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അത് കാണുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം കിട്ടുന്ന രീതിയിൽ ധാതുക്കൾ വരുമ്പോൾ അവയുടെ കൂടെ ചേർക്കുന്ന ഒരു പ്രത്യയമാണ് സന്ന് എന്ന് പറയുന്നത്. അപ്പൊ സൻ അന്തമായിട്ടുള്ളത് സന്നന്തം എന്ന് പറയുന്നു. അപ്പൊ ജിഗമിഷാമി എന്നുള്ളതും ഒരു സന്നദ്ധ പദമാണ്. ഉദാഹരണത്തിന് പഠ എന്നുള്ള ധാതു ഉണ്ട് സംസ്കൃതത്തിൽ, പഠ, അതിൽ നിന്നാണ് പഠതി.
പഠിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്നത്. ഈ പട് ധാതുവിനോട് പ്ലസ് സൻ ചേർത്ത് കഴിഞ്ഞാൽ പി പഠിഷ്യതി എന്നുള്ള വാക്കുണ്ട്. പി പഠിഷ്യതി എന്ന് പറഞ്ഞാൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഓരോ ധാതുവിനോട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ആഗ്രഹിക്കുന്ന നടത്തുള്ള പദം കിട്ടും. അതേപോലെ തന്നെ ഗമ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഈ ജിഗമിഷാമി എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. ഗമ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗമ ഗച്ഛതി പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു ധാതുവാണ് ഗമ്. അപ്പൊ ആ ഗമുവിനോട് സന്ന് എന്നുള്ളൊരു പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ ജിഗമിഷതി എന്നുള്ള പദം കിട്ടും. ജിഗമിഷതി പോകുവാൻ ആഗ്രഹിക്കുന്നു. ജിഗമിഷതിയുടെ ഉത്തമ പുരുഷൻ പ്രഥമ ഏകവചനത്തില് പ്രഥമയിൽ എന്ത് കിട്ടും? ജിഗമിഷാമി എന്ന് കിട്ടും. ജിഗമിഷാമി. ജിഗമിഷാമി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഈ ജിഗമിഷാമി എന്നുള്ള ധാതുവിന്റെ അർത്ഥം ആ ഒരു പദത്തിന്റെ അർത്ഥം ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ ആശാൻ അതിന് മുമ്പ് ഒരു വാക്ക് ചേർക്കുന്നുണ്ട്, നൈവ. നൈവ ജിഗമിഷാമി എന്ന് പറഞ്ഞാൽ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ഫസ്റ്റ് ക്രിയാപദമാണ് നമ്മുടെ ആദ്യത്തെ ക്രിയാപദം. രണ്ട് ക്രിയാപദം ഉള്ളത് കൊണ്ട് രണ്ടിനോടും ചേർത്ത് നമുക്ക് രണ്ട് പ്രകാരത്തിലുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ജിഗമിഷാമി എന്ന് പറഞ്ഞാൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. നൈവ ഒന്നാമത്തെ പദത്തിൽ ദേവി കഴിഞ്ഞ് നൈവ വരുന്നുണ്ട്. ആ നൈവ ഈ ജിഗമിഷാമിയോട് ചേർത്താൽ മതി. ഏവ. ഇപ്പൊ ഏവ കൂടി വന്നതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നമ്മുടെ ആദ്യത്തെ ഒരു അന്വയം ചെയ്യാനുള്ള ആദ്യത്തെ പദം, ആദ്യത്തെ ഒരു വരി വാചകം. ഞാൻ ഒട്ടും തന്നെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, സമ്മതിച്ചു. എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല? അതാണ് ചോദ്യം. പറയുന്നു പദഹ, രണ്ടാമത്തെ വരിയിൽ, രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വാക്ക് പദഹ. പദഹ എന്ന് പറഞ്ഞാൽ പഥീൻ എന്നുള്ള സംസ്കൃത വാക്ക്, വഴി എന്നർത്ഥം വരുന്ന പഥീൻ, അതിന്റെ ദ്വിതീയ ബഹുവചനമാണ്. വിസർഗമുണ്ട്. പദഹ എന്ന് വിസർഗം ചേർത്ത് പറയണം. വഴികളിലേക്ക് എന്നർത്ഥം വരും. വഴികളിലേക്ക് ഞാൻ ഒട്ടും തന്നെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. പദഹ നൈവ ജിഗമിഷാമി. വഴികളിലേക്ക് ഞാൻ ഒട്ടും തന്നെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ വീണ്ടും ചോദ്യം, ഏത് വഴികളിലേക്കാണ് താങ്കൾ ഒട്ടും തന്നെ പോകുവാൻ ആഗ്രഹിക്കാത്തത്? അപ്പൊ ആ വഴികളുടെ വിശേഷണത്തെ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ആ വഴികൾക്ക് പല വിശേഷണങ്ങളും തരും. മുള്ളുകൾ നിറഞ്ഞു. പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ വഴിക്ക് എന്തൊരു കുഴപ്പമുണ്ട്? അപ്പൊ വിശേഷണം എന്താകാം? മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഘടമായ വഴിയാകാം. അപ്പൊ അങ്ങനെയുള്ള വിശേഷണമായിരിക്കും ആ വഴികൾക്ക് വരുന്നത്. പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല പുഷ്പങ്ങൾ വിരിച്ച വഴിയാകാം. അങ്ങനെ പോസിറ്റീവായ വിശേഷണം വരും. ഇവിടെ പോകുവാൻ നൈവ ജിഗമിഷാമി, ഞാൻ ഒട്ടും തന്നെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒട്ടും തന്നെ പോകുവാൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുമ്പോൾ ആ വഴികൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ നോക്കൂ, ആ വഴികളുടെ വിശേഷണം ഇതിൽ ആശാൻ പറഞ്ഞിട്ടുണ്ട്. മതഭേദ നിർഗമാൻ ദുർഗമാൻ പതഹ. മതഭേദ നിർഗമാൻ ദുർഗമാൻ പതഹ. ഇതെല്ലാം ദ്വിതീയ വിഭക്തിയിൽ പ്രയോഗിച്ച ഒറ്റ ഇതാണ്. ആ പദ എന്നുള്ളതിന്റെ വിശേഷണമാണ് മതഭേദ നിർഗമാൻ ദുർഗമാൻ എന്ന് പറഞ്ഞാൽ അനവധി മതഭേദങ്ങൾ, നിരവധി മതഭേദങ്ങളിൽ നിന്ന് നിർഗമാൻ ഉടലെടുക്കുന്ന, ഉദ്ഭവിച്ച ദുർഗമാൻ ദുഷ്കരമായ വഴികളിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ് വാചകം നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് വാചകം അഹം എന്നല്ല, മതഭേദ നിർഗമാൻ ദുർഗമാൻ പഥ നൈവ ജിഗമിഷാം. അനേകം മതഭേദങ്ങളിൽ നിന്ന്, അനേകം ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഉടലെടുത്ത ദുഷ്കരമായ വഴികളിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. ആരാണ് പോകുവാൻ ആഗ്രഹിക്കാത്തത്? അതിന് മുമ്പേ പറയുന്നു, ഒരു വാക്ക് കാണാം നമുക്ക്, കാതര എന്നുള്ള വാക്ക് കാണാം. കാതര എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വരിയിൽ, ശ്ലോകത്തിന്റെ മൂന്നാമത്തെ വരിയിൽ അവസാനത്തെ ഒരു പദമാണ് കാതര. കാതര എന്ന് പറയുമ്പോൾ കഷ്ടേന തരുതി. കാതര എന്നുള്ള വാക്കിന്റെ അർത്ഥം അധീരൻ, വ്യസനാകുലൻ, ഭയമുള്ളവൻ, ദുഃഖിതൻ എന്നൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അധീരൻ എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാത്തവൻ, വ്യസനാകുലൻ. കഷ്ടേന തരതി ഇതി കാതര. കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആള്, ജീവിതത്തില് അല്ലെങ്കിൽ ദുഃഖ ദുരിതങ്ങള് പേടിച്ച് ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് കാതരഹ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ കാതരഹ അഹം, ഭയഭീതനായ ഞാൻ, മതഭേദ നിർഗമാൻ ദുർഗമാൻ പതഹ, അനേക മതഭേദങ്ങളിലൂടെ അനേക ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഉടലെടുത്ത
ദുഷ്കരമായ വഴികളിലേക്ക് പോകുവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് നമുക്ക് ആ ജിഗമിഷാമി എന്നുള്ള വാചകത്തിന് ആ ക്രിയാപദത്തോട് ചേർത്ത് മറ്റ് വാചകങ്ങൾ ക്രമീകരിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ അർത്ഥം. ആവർത്തിക്കാം. കാതരഹ അഹം, ഭയഭീതനായ ഞാൻ, വ്യസനാകുലനായ ഞാൻ, ദുഃഖിതനായ ഞാൻ, പീഡിതനായ ഞാൻ, നിസ്സഹായനായ ഞാൻ, മതഭേദ നിർഗമാൻ ദുർഗമാൻ പദഹ, അനവധി മതഭേദങ്ങൾ, അനവധി ആശയക്കുഴപ്പങ്ങൾ, അതിൽ നിന്ന് ഉടലെടുത്ത ദുഷ്കരമായ, ദുർഗമാൻ എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ, ഗമിക്കുവാൻ പ്രയാസമുള്ളത്, ദുഷ്കരമായ പതഹ വഴികളിലേക്ക് നൈവ ജിഗമിഷാമി, പോകുവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ആ ഭക്തൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നാലാമത്തെ വരി, ശ്ലോകത്തിന്റെ നാലാമത്തെ വരിയിൽ അഭിസംബോധനയുണ്ട്. ശാരദേ എന്നുള്ള അഭിസംബോധനയുണ്ട്. ആ ശാരദ എന്നുള്ള പദത്തോട് ചേർത്ത് കൊണ്ടൊരു വിശേഷണം കൂടി വരുന്നുണ്ട്. ആ വിശേഷണത്തെ ചേർത്ത് അഭിസംബോധനയെ മനസ്സിലാക്കാം. ശ്രുതി വിശാരദാർച്ചിതേ ശാരദേ. അപ്പൊ നമുക്ക് ഈ ജിഗമിഷാമി എന്നുള്ള ക്രിയാപദത്തോട് ചേർത്ത് പൂർണ്ണമായ ഒരു ആദ്യത്തെ അന്വയം നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താണത്? ഹേ ശ്രുതി വിശാരദാർച്ചിതേ ശാരദേ. ശ്രുതി വിശാരദന്മാർ അർച്ചിക്കുന്ന, മീൻസ് പൂജിക്കുന്ന ശാരദാംബികെ ശാരദേ. കാതരഹ അഹം, ഭയഭീതനായ ഞാൻ, അനേക മതഭേദങ്ങളിൽ നിന്ന് നിർഗമിച്ച ദുഷ്കരമായ വഴികളിലേക്ക് പോകുവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഈ ആശയം വ്യക്തമാണെന്ന് തോന്നുന്നു. വളരെ സരളമാണ്. ആ പദങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ അർത്ഥം കിട്ടും. ആവർത്തിക്കാം. ഹേ ശ്രുതി വിശാരദാർച്ചതേ ശാരദേ. അല്ലയോ ശ്രുതി വിശാരദന്മാർ, വേദ പണ്ഡിതന്മാർ പൂജിക്കുന്ന ശാരദാംബികെ, ഭയഭീതനായ ഞാൻ അനേക മതഭേദങ്ങളിൽ നിന്ന് നിർഗമിച്ച ദുഷ്കരമായ വഴികളിലേക്ക് പോകുവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് ഒന്നാമത്തെ അർത്ഥം കിട്ടും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉപൈമി എന്നുള്ളൊരു ക്രിയാപദമുണ്ട് മൂന്നാമത്തെ വരിയിൽ. ത്വാം പരാം ഗതിം ഉപൈമി കാതരം, അല്ലെ ഗതിം കഴിഞ്ഞാൽ ഉപൈമി എന്നാണ്. ആക്ച്വലി ആ പദം ഏമി എന്നാണ്. ഏമി ഇണ് ഗത എന്നുള്ളൊരു ധാതു ഉണ്ട് സംസ്കൃതത്തിൽ. പോകുക എന്നുള്ള അർത്ഥത്തിൽ ഗതി അർത്ഥമാണ്. പോകുക, പുറപ്പെട്ടു, യാത്ര പോവുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു ധാതുവാണ് ഇണ്. ഇണ് ആ ധാതുവിൽ ഉത്തം പുരുഷനുള്ള ഒരു വാക്കാണ് ഏമി എന്നുള്ളത്. അപ്പൊ ഏമിയോട് ഉപ എന്നുള്ളൊരു ഉപസർഗം ചേർത്ത് കഴിഞ്ഞാൽ ഉപൈമി എന്നായിട്ട് മാറും. ഉപൈമി എന്ന് പറഞ്ഞാൽ പോകുക, അല്ലെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമായ അർത്ഥം പോകുന്നു എന്നാണ്. പക്ഷെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാപിക്കുക എന്നൊക്കെ അർത്ഥം കിട്ടും. അപ്പൊ എന്താണ് ഉപൈമി? എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? പറയുന്നു അഹം ത്വാം പരാം ഗതിം ഉപൈമി. ഞാൻ, ത്വാം എന്ന് പറഞ്ഞാൽ നിന്നെ എന്നർത്ഥം. യുഷ്മത് പദത്തിന്റെ ഒരു വാചകമാണ് നിന്നെ. ത്വാം, ത്വാം പരാം ഗതിം ഉപൈമി. ഞാൻ നിന്നെ തന്നെ പരമമായ ആശ്രയമായി ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. നേരത്തെ വാചകത്തിൽ നമ്മൾ ഒരു അഭിസംബോധന പറഞ്ഞിരുന്നു. ഹേ ശ്രുതി വിശാരദാർച്ചിതേ ശാരദേ എന്ന്. അതേപോലെ ഇവിടെ ഒരു അഭിസംബോധനയുണ്ട്. ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഭക്തൻ ആരോട് പ്രാർത്ഥിക്കുന്നു? ദേവിയോടാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വരിയിൽ, ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ ദേവി എന്നുള്ള പദം കാണാം നമുക്ക്. ദേവി, അതൊരു അഭിസംബോധനയാണ്. ശ്രുതി വിശാരദാർച്ചിതേ ശാരദ എന്നതുപോലെ ദേവി എന്നുള്ളതും ഒരു അഭിസംബോധനയാണ്. അപ്പൊ വാചകം എങ്ങനെ പൂർണ്ണമാക്കാം? ദേവി അഹം ത്വാം പരാം ഗതിം ഉപൈമി. ദേവി, അല്ലയോ ദേവി, ഞാൻ നിന്നെ തന്നെ പരമമായ ആശ്രയമായി ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. ഇവിടെ ഈ ഉപൈമി എന്നുള്ള വാക്കിന് പകരം വേണമെങ്കിൽ പോകുന്നു എന്നുള്ള അർത്ഥം കിട്ടുന്ന ഏറ്റവും സാധാരണമായി ഉപയോഗിക്കാവുന്ന പദമാണ് ഗച്ഛാമി എന്നുള്ളത്. ക്രിയാപദമാണ്. ആ ഗച്ഛാമി വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. അഹം ത്വാം പരാം ഗതിം ഗച്ഛാമി എന്ന് വേണം ചേർക്കാമായിരുന്നു. ഞാൻ നിന്നെ പരമമായ ആശ്രയമായി കണ്ട് വരുന്നു, പോകുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഉപൈമി ചേർക്കാൻ കാരണം ഉപ ഏമി, സമീപത്തേക്ക് വരുന്നു എന്നാണ്. സമീപത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു ശരണാഗതിയുടെ ലക്ഷണം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോ നമ്മുടെ ഭക്തി ദർശനത്തിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഭഗവാനോട് അടുക്കുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഭാവമായിട്ട് പറയുന്ന ഒന്നാണ് ശരണാഗതി. ഈശ്വരനെ ശരണം പ്രാപിക്കുക. ആ ശരണാഗതിയാണ് ഇവിടെ ആശാൻ അഹം ത്വാം പരാം ഗതിം ഉപൈമി എന്ന് പറഞ്ഞിരിക്കും. ഞാൻ നിന്നെ തന്നെ പരമമായ ശരണമായിട്ട് പ്രാപിക്കുന്നു. ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ പരമമായ ഗതിയെ തേടി വരുന്നു എന്ന് പറയുന്നു. ഇതേ വാചകത്തിന്റെ
പൂർണ്ണമായ താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗുരുദേവചനമുണ്ട് ജനനി നവരത്ന മഞ്ജരിയിൽ. വേറെ ആരുമില്ല ഗതി ഹേ രാജയോഗ ജനനി. വേറെ ആരുമില്ല ഗതി ഹേ രാജയോഗ ജനനി എന്ന് ശാരദാംബികയോട് ഗുരുദേവനും പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ് അഹം ത്വാം പരാം ഗതി ഉപേമി. ഞാൻ നിന്നെ തന്നെ പരമമായ ശരണമായിട്ട് പ്രാപിക്കുന്നു. അപ്പൊ ഉപേമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപനിഷത്ത് ശബ്ദമുണ്ടല്ലോ, അടുത്ത് വന്നിരുന്ന് ആചാര്യൻ നിന്ന് ഗുരുനാഥിൽ നിന്ന് വിദ്യയെ കേൾക്കുന്നത്. അടുത്ത് വരിക എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ അടുത്തേക്ക് ഗുരുവിൽ ശരണം പ്രാപിക്കുക എന്നുള്ള അർത്ഥം വരുന്നു. അതേപോലെ തന്നെ ഭഗവതിയോട്, അമ്മയോട്, ജഗദംബികയോട് ശരണാർത്ഥനായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അപ്പൊ നമ്മുടെ ശരണാഗതി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ഉണരുന്ന വലിയ ഒരു ആശയമുണ്ട്. ശരണാഗതി, ഒരു വ്യക്തി ശരണാഗതിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വലിയ കൃതാർത്ഥതയാണ്, വലിയ അനുഗ്രഹമാണ്, വലിയ ഉപലബ്ധിയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശരണാഗതിയുടെ നാമ്പുകൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അവൻ ഈശ്വരോന്മുഖമാകുമ്പോഴാണ്. ഈശ്വരോന്മുഖമാകുക എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് ഏതെങ്കിലും പ്രകാരത്തിൽ ഏനക്കേന പ്രകാരം ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവത് കാര്യങ്ങളിലേക്ക് ചെറിയൊരു താല്പര്യം ജനിക്കുക എന്നുള്ളതാണ് ശരണാഗതിയുടെ ഏറ്റവും പ്രഥമ ലക്ഷ്യം. പിന്നീട് ക്രമേണ തൻ്റെ ഇഷ്ടദേവനിൽ, ഭഗവാനിൽ ഭക്തൻ ശരണാഗതനായിക്കൊള്ളും. പക്ഷെ പ്രഥമ ലക്ഷണം എന്ന് പറയുന്നത് ഈശ്വരോന്മുഖമാവുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ലോകത്തിനോട് സംവദിക്കുന്നു, ലോകത്തിൽ താമസിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. നമ്മുടെ അഭിമുഖം എങ്ങോട്ടാണ്? പല പല ഭാഗത്തേക്കാണ്. അഭിമുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചയുടെ ഏത് ലക്ഷ്യത്തിലേക്കാണോ നമ്മുടെ കാഴ്ച പോകുന്നത് അതിനെയാണ് അഭിമുഖം എന്ന് പറയുന്നത്. നമ്മൾ വസ്തു, വ്യക്തി, വൈഭവങ്ങളിലേക്ക് നമ്മൾ അഭിമുഖരാണ്. ആ അഭിമുഖത ഈശ്വരോന്മുഖതയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ശരണാഗതിയുടെ പ്രഥമ ലക്ഷണമാണ്. അപ്പൊ ആ ഈശ്വരോന്മുഖതയെ കൂടി സൂചിപ്പിക്കുവാൻ ഉപൈമി എന്നുള്ള ക്രിയാപദം ബോധപൂർവം ആശാൻ ഇവിടെ മനോഹരമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഹേ ശ്രുതി വിശാരദാർച്ചിതേ ശാരദേ കാതരഹ അഹം മതഭേദ നിർഗമാൻ ദുർഗമാൻ പഥ നൈവ ജിഗമിഷാമി ദേവി അഹം ത്വാം പരാം ഗതിം ഉപൈമി. അർത്ഥം, വേദപണ്ഡിതന്മാരാൽ പൂജിക്കപ്പെടുന്ന ഹേ ശാരദാംബികെ, ഹേ ശാരദേ, ഭയമുള്ളവനായ ഞാൻ, ദുഃഖിതനായ ഞാൻ, കാതരഹ അഹം, പലവിധ മതഭേദങ്ങളിൽ നിന്ന് ഉടലെടുത്ത ദുഷ്കരമായ വഴികളിലേക്ക് പോകുവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ദേവി, ഞാൻ നിന്നെ തന്നെ പരമമായ ശരണം ആയി കാണുന്നു. നിന്നെ പരമമായ പരാംഗതിയിലേക്ക് നിന്നെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അമ്മേ, നീ തന്നെയാണ് എനിക്ക് പരമമായ ഗതിയായിട്ടുള്ളത് എന്നാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഒരു പൊതുവായ താല്പര്യം എന്ന് പറയുന്നത്. ഈ താല്പര്യ നിർണയം നമ്മൾ അർത്ഥങ്ങൾ ഈ രീതിയിൽ ക്രമീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ പദങ്ങളെ പിന്നീട് അതിന്റെ വ്യാഖ്യാന തരത്തിലേക്ക് മനസ്സിലെത്തിച്ചു കഴിഞ്ഞാൽ ശ്ലോകത്തിന്റെ താല്പര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശ്ലോകത്തില് അഭിസംബോധനയിൽ കാണുന്ന ഒരു മുഖ്യമായ ഒരു വാചകമുണ്ട്. ശ്രുതി വിശാരദന്മാർ പോലും അർച്ചിക്കുന്ന എന്ന് പറഞ്ഞാൽ പൂജിക്കുന്ന ശാരദാംബിക. ആ ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രുതി വിശാരദന്മാർ, വിശാരദൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ, ആ വിഷയത്തിൽ നല്ല അറിവുള്ള അഗാധമായ ആള്, വിശേഷേണ ശാരദ ഇത് വിശാരദ എന്ന് പറയുന്ന തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ആ വിഷയത്തിൽ അവഗാഹം നേടിയ വ്യക്തിയാണ് എന്ത് പറയുന്നത്? വിശാരദൻ എന്ന് പറയുന്നത്. ശ്രുതി വിശാരദൻ എന്ന് പറഞ്ഞാൽ, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ്. വേദത്തിന്റെ അനേകം പര്യായങ്ങളിൽ ഒന്നാണ് ശ്രുതി. ഇപ്പൊ വേദത്തിൽ അറിവുള്ള പണ്ഡിതൻ എന്നാണ് അർത്ഥം ശ്രുതി വിശാരദൻ എന്ന ആ വാക്കിന്. വേദത്തിൽ അറിവുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ പരമമായ താല്പര്യ നിർണയം ഗ്രഹിച്ചവൻ എന്നാണ് അർത്ഥം. അപ്പൊ വേദം എന്നുള്ളത് ഒരു വിശാലമായ ജ്ഞാന സഞ്ചയമാണ്. അറിവിന്റെ വലിയ മേഖലയാണ് വേദം. അതില് ഗൃഹസ്ഥാശ്രമ ധർമ്മമുണ്ട്. അനേകം ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നു, അനേകം പ്രയോഗങ്ങളെ കുറിച്ച് പറയുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഇവയുടെ എല്ലാം അന്തിമമായ താല്പര്യ നിർണയം കുടികൊള്ളുന്നത് ഉപനിഷത്തുകൾ പ്രഖ്യാപിച്ച ഏകത്വ ദർശനത്തിലാണ്. അതാണ് വേദത്തിന്റെ പരമമായ താല്പര്യം. ഇപ്പൊ ഏതൊരു ദർശനത്തിനും ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും പരമമായ ഒരു താല്പര്യം ഉണ്ടാകും. ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ പരമമായ താല്പര്യം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഏകത്വ ദർശനമാണ്. ഏകജാതി ദർശനം, ഏകമത ദർശനം, ഏകദൈവ ദർശനം. ഈ മൂന്ന് അടിസ്ഥാന ആശയങ്ങളുടെ വിസ്തരണമാണ് മുഴുവൻ കൃതികളിലൂടെയും ഗുരു ആവിഷ്കരിച്ചിരിക്കുന്നത്.
അതുപോലെ ഏതൊരു ഇസത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഇസത്തിന് ഒരു പരമമായ താല്പര്യം ഉണ്ടാവും. ആ പരമമായ താല്പര്യത്തിലേക്ക് അതിനെ നയിക്കാനാണ് ആ ഇസം ബൃഹത്തായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ വേദം എന്ന് പറയുന്ന ബൃഹത്തായ ഈ ജ്ഞാനരാശി, അറിവിന്റെ മേഖല, അതിന്റെ പരമമായ താല്പര്യം എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട, ഉപനിഷത്ത് പ്രഖ്യാപിച്ച ഏകത്വ ദർശനമാണ്. സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ മുഴുവനും സച്ചിദാനന്ദ സ്വരൂപനായ ഒരേ ഒരു പരബ്രഹ്മം മാത്രമേ വിവിധ നാമരൂപങ്ങളിലൂടെ പ്രകടമായി കുടികൊള്ളുന്നുള്ളൂ. ഇവിടെ ഭിന്നതകളില്ല, ഇവിടെ പലതില്ല. ആരാണോ ഭിന്നതകളെ കാണുന്നത്, പലതിനെ കാണുന്നത്, സഹ മൃത്യോഹോ മൃത്യുമാപ്നോതി, അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഉപനിഷത്തിന് ഇതേ മന്ത്രത്തെയാണ് ഗുരുദേവൻ ദർശനമാലയിലേക്കും ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ദർശനമാല പഠിക്കുന്ന വേളയിൽ മനസ്സിലാക്കി. അപ്പൊ വേദപരമമായ ഏകത്വ ദർശനത്തെ ഗ്രഹിച്ചവൻ എന്നും ശ്രുതി വിശാരദൻ എന്ന വാക്കിനർത്ഥം. വേദ പണ്ഡിതൻ എന്നർത്ഥമുണ്ട്. വേദത്തിന്റെ പരമമായ താത്പര്യ നിർണയത്തെ ഗ്രഹിച്ച ആൾ എന്ന അർത്ഥമുണ്ട്. ഇനി ശ്രുതി വിശാരദൻ എന്ന് പറഞ്ഞാൽ വേദ പണ്ഡിതൻ എന്നാണല്ലോ അർത്ഥം. അപ്പൊ എങ്ങനെയാണ് പാണ്ഡിത്യം നേടുന്നത്? പാണ്ഡിത്യം നേടുന്നത് ഏതൊരു അറിവായാലും അത് കേവലം വൈദികമായ അറിവ് മാത്രമല്ല, ലൗകികമായ ഇന്നത്തെ അക്കാഡമിക്കൽ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, ഏതൊരു വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, അത് സമ്പ്രദായത്തിന്റെ വഴിയിൽ നമ്മൾ അതിനെ ആശ്രയിക്കുമ്പോഴേ നമുക്ക് ആ അറിവ് നമ്മെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറെ പുസ്തകം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ അറിവ് നമ്മെ അനുഗ്രഹിക്കില്ല. അനുഗ്രഹിക്കില്ല എന്ന് മാത്രമല്ല, ആ അറിവ് ഏതൊരു സത്യത്തെയാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന് വിരുദ്ധമായ സത്യം നമ്മൾ ഗ്രഹിക്കും. നമ്മളൊരു അറിവ് പഠിക്കാൻ, സപ്പോസ് നമ്മൾ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കെമിസ്ട്രി പഠിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു സമ്പ്രദായമുണ്ട്, അതിന് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു രീതിയുണ്ട്, പരിഷ്കരിച്ച് മുന്നോട്ട് വന്ന ഒരു രീതിയുണ്ട്. ആ രീതിയെ ആശ്രയിക്കാതെ കുറെ പുസ്തകങ്ങൾ വായിച്ചു നോക്കി കുറച്ച് അവിടുന്ന് നമ്മൾ ചില ആശയങ്ങളെ കടമെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ രസതന്ത്രം എന്ന് പറയുന്ന ആ ശാസ്ത്രശാഖ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിന് നേരെ വിരുദ്ധമായ അർത്ഥമായിരിക്കും നാം ഗ്രഹിക്കുക. പ്രത്യേകിച്ച് ബ്രഹ്മവിദ്യയിലും വേദാന്ത വിദ്യയിലും സമ്പ്രദായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് സമ്പ്രദായം? സമ്പ്രദായത്തെക്കുറിച്ച് ഗുരുദേവൻ വ്യക്തമായ നിർവചനം നടത്തിയിട്ടുണ്ട്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ആ ശ്ലോകം, പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാധ്യേ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിതം കുതോ ജഗതി സ്വാമിൻ വദത്വം പ്രഭു. ഇതാണ് സമ്പ്രദായം. പശ്ചാത് എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധിയൊക്കെ നേടി, ബാഹ്യ ശുദ്ധിയൊക്കെ നേടി നേരെ ഒരു ആചാര്യനിൽ ശരണം പ്രാപിച്ച് ആ ആചാര്യന്റെ കൂടെ കുറച്ചു കാലം താമസിച്ച് സേവാ നമസ്കാരങ്ങളൊക്കെ ചെയ്ത് മെല്ലെ ആചാര്യന്റെ അടുത്ത് നമ്മുടെ അറിവിനെ, നമ്മുടെ ജിജ്ഞാസയെ പങ്കുവെക്കുക. ജിജ്ഞാസയെ പങ്കുവെച്ചു കഴിഞ്ഞാൽ ആചാര്യൻ അതിന് ഉത്തരം നൽകും. ഇതാണ് സമ്പ്രദായം. ഈ സമ്പ്രദായത്തെ ആശ്രയിക്കാതെ, കാരണം ഏതൊരു ശാസ്ത്രത്തിനും അനുബന്ധമായ ശാസ്ത്രശാഖകളുണ്ട്. ഗുരുവിന്റെ കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ ഗുരുദേവൻ ആ കൃതികൾ മുഖ്യമായും സംസ്കൃത ഭാഷയിൽ, മറ്റു ഭാഷകളെയും ഗുരുദേവൻ ആശ്രയിച്ചിട്ടുണ്ടെങ്കിലും പ്രൗഢഗംഭീരമായ ഗുരുവിന്റെ കൃതികൾ സംസ്കൃത ഭാഷയിൽ കാണാൻ സാധിക്കും. ആ സംസ്കൃത ഭാഷയുടെ അല്പമെങ്കിലും അതിന്റെ ഒരു പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും അല്പമെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് അറിയുക. അതേപോലെ വേദാന്ത വിദ്യയുടെ ചില പ്രക്രിയകൾ, സാങ്കേദർശനം, തർക്കസംഗ്രഹം, അങ്ങനെ നിരവധിയായ അതിന്റെ അനുബന്ധമായ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവിന്റെ കൃതികളുടെ മർമ്മത്തിലേക്ക് പെട്ടെന്ന് ആഴ്ന്നിറങ്ങാൻ സാധിക്കും. ഇതിനെല്ലാം ചേർത്ത് എന്ത് പറയുന്നു? സമ്പ്രദായം എന്ന് പറയും. അപ്പൊ ആ സമ്പ്രദായത്തിന്റെ വഴിയെ ആശ്രയിച്ച് വേദത്തെ പഠിച്ച ആളുകൾ അവരെന്ത് പറയാം? അവര് ശ്രുതി വിശാരദന്മാരെന്ന് പറയാം, വേദ പണ്ഡിതന്മാരെന്ന് പറയാം. വേദ പണ്ഡിതന്മാർ പറഞ്ഞാൽ വേദത്തെ പഠിച്ചവർ, വേദത്തിന്റെ പരമമായ താത്പര്യ നിർണയം ഗ്രഹിച്ചവർ, വേദത്തെ സമ്പ്രദായത്തിന്റെ കൈവഴിയിൽ സ്വായത്തമാക്കിയവർ, ഇവരെല്ലാവരും ആരാണ്? ശ്രുതി വിശാരദന്മാരാണ്, വേദ പണ്ഡിതന്മാരാണ്. ഈ ശ്രുതി വിശാരദന്മാർ എങ്ങനെയാണ് ശാരദാംബികയെ അർച്ചന ചെയ്യുന്നത്, പൂജിക്കുന്നത്? വേദം എന്ന് പറയുന്നത് ഏതൊരു അറിവും ശബ്ദപ്രമാണമാണ്. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ അത് ഗ്രന്ഥനിഷ്ഠമാണ്. ഗ്രന്ഥനിഷ്ഠമായ ശബ്ദപ്രമാണമായിരിക്കുന്ന അറിവിൽ നിന്ന് അപരോക്ഷ അനുഭൂതിയിലേക്കുള്ള യാത്രയാണ് വാസ്തവത്തിൽ ശ്രുതി വിശാരദന്മാരുടെ അർച്ചനയായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, പൂജയായിട്ട് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഒരു പണ്ഡിതൻ അവൻ അറിവിനെ സ്വായത്തമാക്കിയത് ഗ്രന്ഥത്തെ ആശ്രയിച്ചാണ്. നമ്മൾ വാസ്തവത്തിൽ ശാരദാഷ്ടകം കൃതിയിലൂടെ നാം പഠിക്കുന്നത് ഉദാത്തമായ വേദാന്ത ദർശനമാണ്, ഏറ്റവും ഉന്നതമായ രീതിയിൽ. പക്ഷെ ശാരദാഷ്ടകം എന്ന് പറഞ്ഞ കൃതിയെ ആശ്രയിച്ചേ നമുക്കിത് പഠിക്കാൻ സാധിക്കും.
ദർശനമാല എന്ന് പറയുന്ന കൃതിയെ ആശ്രയിച്ച് പഠിക്കാൻ സാധിക്കും. ആത്മോപദേശ ശതകം എന്ന കൃതിയെ ആശ്രയിച്ച് പഠിക്കാൻ സാധിക്കും. ഉപനിഷത്ത് എന്ന് പറയുന്ന ആ കൃതികളെ ആശ്രയിച്ച് നമുക്ക് ഉപനിഷത്ത് വിദ്യയെ പഠിക്കാൻ സാധിക്കും. അതേപോലെ ലൗകികമായ അക്കാഡമിക്കലായ ഏതൊരു അറിവും അതാത് കൃതികളെ ആശ്രയിച്ച് മാത്രമേ, അതാത് ടെക്സ്റ്റുകളെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ആ അറിവിനെ സ്വായത്തമാക്കാൻ കഴിയൂ. അപ്പൊ അതിനെന്ത് പറയുന്നു? ശബ്ദപ്രമാണം എന്ന് പറയുന്നു. ഈ കൃതികളെല്ലാം ചേർത്ത് പൊതുവായി നമുക്ക് ശബ്ദപ്രമാണം എന്ന് പറയും. നാം പഠിക്കുന്ന ഏതൊരു അറിവും ശബ്ദപ്രമാണമാണ്. കാരണം പദവാക്യ പ്രമാണമാണ്. ഇതിൽ കൂടി കേൾക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് നമ്മൾ ആശയം ഉടലെടുക്കുന്നത്. ജിഗമിഷാമി, ഉപൈമി, ശ്രുതി വിശാരദ, ആർച്ചതേ ശാരദ, ആ പദങ്ങൾ, ആ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ശബ്ദാർത്ഥം മുതൽ ഉത്പന്നമാകുന്നത്. അപ്പൊ ശബ്ദത്തെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ടെക്സ്റ്റുകളെ, കൃതികളെ ഗ്രന്ഥനിഷ്ഠമായ രീതിയിലാണ് നാം ഇപ്പോൾ അറിവിനെ സമാശ്രയിക്കുന്നത്. പക്ഷെ ഗ്രന്ഥനിഷ്ഠമായ രീതിയിലാണോ അറിവ് കുടികൊള്ളുന്നത്? അറിവിന്റെ ആശ്രയം ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ചോദിക്കാൻ, ലോകത്തിലെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ അറിവില്ലാതാകുന്നു. ശാരദാഷ്ടകം പ്രിന്റ് ചെയ്ത എല്ലാ പ്രിന്റുകളും സപ്പോസ് ഇല്ലാതായെന്ന് കരുതുക. ഇല്ലാതായി കഴിഞ്ഞാൽ ശാരദാഷ്ടകം ഉദ്ഘോഷിച്ച അറിവ് ഇല്ലാതാകുന്നു. ശാരദാഷ്ടകത്തിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ഉന്നതമായ ദർശനം, ആ ദർശനം ശാരദാഷ്ടകം എന്ന പ്രിന്റഡ് കൃതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ പ്രിന്റഡ് കൃതികളും പ്രിന്റഡ് ടെക്സ്റ്റുകളും ഇല്ലാതായി കഴിഞ്ഞാൽ അറിവ് പിന്നെ എവിടെ ഇരിക്കും? അപ്പൊ ചോദ്യമാണ്, അറിവ് ഗ്രന്ഥനിഷ്ഠമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? നാം ഇപ്പോൾ പഠിക്കുന്നത് ഗ്രന്ഥനിഷ്ഠമായിട്ടാണ്. അത് സംബന്ധിച്ചു അതിനെ ശബ്ദപ്രമാണം എന്ന് പറയാം. പക്ഷെ ആ ഗ്രന്ഥനിഷ്ഠമായ അറിവിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ജ്ഞാനസ്വരൂപിണിയായ ശാരദയെ അപരോക്ഷ തലത്തിൽ അനുഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശാരദാംബികയെ വേദപണ്ഡിതന്മാർ പൂജിക്കുന്നു എന്ന വാക്കിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. നാം പഠിക്കുന്ന ഈ കൃതി ശാരദാഷ്ടകമാണ്. ശാരദാദേവിയുടെ മഹിമയെക്കുറിച്ചുള്ള കൃതിയാണ്. ആ കൃതി ഗ്രന്ഥത്തെ നാം ആശ്രയിച്ച് പഠിക്കുന്നു. പഠിച്ച് ഈ കൃതിയിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ശാരദാംബിക എന്ന് പറയുന്ന തത്വത്തെ അപരോക്ഷ ഭാവത്തിൽ അനുഭവിക്കുന്നു. എങ്ങനെയാണ് അപരോക്ഷ ഭാവത്തിൽ അനുഭവിക്കുന്നത്? ഗുരു അത് വ്യക്തമായി പറഞ്ഞു. ഈ ജ്ഞാനായതും ഭവതി എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ജനനി നവരത്നമഞ്ജരിയിൽ പറഞ്ഞു. ഈ ജ്ഞാനായതും ഭവതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ ഭവതിയെ കുറിച്ച് പഠിക്കുകയാണ്. ശ്രുതി വിശാരദാർച്ചയതയാണ് അമ്മ ജനനിയാണ്, ദേവിയാണ്. ഞാൻ അമ്മയെ കുറിച്ച് പഠിക്കും. അങ്ങനെ പഠിച്ച് അവസാനം എനിക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഈ ജ്ഞാനായതും അമ്മ തന്നെയാണ് സാക്ഷാത്കാരം ഉണ്ടായത്. പഠിക്കുന്ന അറിവ് എന്താണ്? അത് ഗ്രന്ഥനിഷ്ഠമായ അറിവാണ്. ആ ഗ്രന്ഥനിഷ്ഠമായ അറിവിലൂടെ ലക്ഷീകരിക്കപ്പെടുന്ന ശാരദ എന്റെ അസ്തിത്വത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് ഞാൻ സാക്ഷാത്കരിക്കും. ശാരദാംബിക എന്റെ അസ്തിത്വമായി എന്റെ ഉള്ളിൽ തന്നെ ഞാനായി കുടികൊള്ളുന്നു. ഈ ഞാനായതും ഭവത് അനുഭവമാണ്. ഈ അനുഭവത്തെയാണ് അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്നത്. അതായത് ഗ്രന്ഥത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട അറിവ് തൻ്റെ തന്നെ അനുഭവമായി തീരുന്നു. ഈ അനുഭവമായി തീരുന്നതിനെയാണ് ശ്രുതി വിശാരദന്മാര് ശാരദാംബികയെ പൂജിക്കുന്നു എന്ന ആ വാചകത്തിന്റെ ലക്ഷ്യമായി നാം മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രമല്ല, ഏതൊരു അറിവും, ലോകത്തിലെ ഏതൊരു അറിവും പൂർണ്ണമാകുന്നത് ലിറ്ററൽ മീനിങ്ങിനല്ല, വാച്യാർത്ഥത്തിലല്ല. മറിച്ച് ആ അറിവിൽ ഈശ്വര കൃപ കൂടി ചേരുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാകൂ. നമുക്ക് ശ്രുതി വിശാരദന്മാർ എന്ന് പറഞ്ഞാൽ വേദ പണ്ഡിതന്മാർ പോലും, സാധാരണ നമ്മൾ പറയാറുണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞാൻ തന്നെ, പിന്നെ എന്തിനു നമ്മൾ ആരെ ആശ്രയിക്കണം, എനിക്ക് ഈശ്വര പൂജയൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. നോക്കൂ, വേദ പണ്ഡിതന്മാർ പോലും ശാരദാംബികയെ പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു അറിവ് ഏതും ആയിക്കൊള്ളട്ടെ, വൈദികം ഓർ അക്കാഡമിക്കൽ, അധ്യാത്മം ഓർ ഭൗതികം, ഏത് അറിവുമായിക്കൊള്ളട്ടെ, ആ അറിവ് പൂർണ്ണമാകുന്നത് ലിറ്ററൽ മീനിങ്ങിന്റെ ആധാരത്തിലല്ല, വാച്യാർത്ഥ തലത്തിലല്ല, മറിച്ച് ആ അറിവിൽ ഈശ്വര കൃപ ചേരുമ്പോഴാണ്. നമുക്ക് മനുഷ്യരാശി ഇന്നോളം കണ്ടെത്തിയ അന്വേഷണങ്ങൾ, അറിവുകൾ, അതിൽ ഏറ്റവും വലിയ കണ്ടെത്തൽ, ഏറ്റവും വലിയ അറിവ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികമായ അറിവിനെ കുറിച്ചാണ്. ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അണുവിഭജനമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് വേണം അത് മനസ്സിലാക്കാം. ചന്ദ്രനിൽ പോകുന്നതിലും മറ്റോ ഒക്കെ അതും നേട്ടം തന്നെ. പക്ഷേ ഒരു ദ്രവ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായി മാനിക്കുന്ന ആറ്റം, ആ ആറ്റത്തെ വിഘടിപ്പിക്കാൻ കഴിയുക ഫിഷനിലൂടെ, ന്യൂക്ലിയർ ഫിഷനിലൂടെ വിഘടിപ്പിച്ച്
അതിനെ ന്യൂക്ലിയസിനെ വിഘടിപ്പിച്ച് അതിലൂടെ അപാരമായ ഊർജം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് മനുഷ്യൻ നേടിയെടുത്തത് ഏറ്റവും വലിയൊരു അറിവിന്റെ നേട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം പണ്ട് മുതലേ ഈ അണുവിഭജനം, ആറ്റത്തെ വിഭജിക്കുക എന്നുള്ളത് ഐൻസ്റ്റീനും തുടങ്ങിയ പല ശാസ്ത്രജ്ഞന്മാരും സിദ്ധാന്തപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ പ്രായോഗികമായിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞാണ് കൊണ്ടുവന്നത്. അതിൽ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന, ലോക മാനവരാശിയെ എല്ലാ കാലത്തും ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇതിനൊരു പരിണിത ഫലമാണ് എന്ത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇതേ സിദ്ധാന്തം ഉപയോഗിച്ച് ബോംബുണ്ടാക്കി പൊട്ടിച്ചത്. അപ്പൊ ഈ സിദ്ധാന്തത്തെ എങ്ങനെ ബോംബാക്കി മാറ്റാം എന്നുള്ളത് ഒരിക്കലും അമേരിക്ക വലിയൊരു പരീക്ഷണം നടത്തിയിരുന്നു. ഒരു 4-5 വർഷം നീണ്ടുനിൽക്കുന്ന വലിയ പരീക്ഷണം, 10,000-കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ ചേർത്ത് കൊണ്ടുള്ള പരീക്ഷണമാണ്. അതിനെ മാൻഹാറ്റൻ പ്രൊജക്ട് എന്ന് പറയും. അത് ഈ ജർമ്മനി, നാസി ഭരണകാലത്ത് ജർമ്മനി ഈ തീർ ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കുമോ എന്ന് ഭയന്നിട്ട് അതിനെ മുമ്പേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം തങ്ങളുടെ അടുത്തും ശക്തമായ ആയുധം ഉണ്ടാകുമ്പോൾ എതിരാളി ഇങ്ങോട്ട് ആക്രമിക്കുകയില്ലല്ലോ. അന്നത്തെ കാലത്ത് ജർമ്മനിക്ക് ഇങ്ങനെ ഒരു ബോംബ് സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ വിനാശമായിട്ട് മാറും എന്നുള്ളതിനാൽ അവരെ പ്രതിരോധിക്കാനും ഭയപ്പെടുത്താനും ഈ സിദ്ധാന്തം ഉപയോഗിച്ച് ചെയിൻ റിയാക്ഷൻ വഴി ഒരു വലിയ ഭീകരമായ ബോംബ് ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി വലിയ പ്രൊജക്ട് ആരംഭിക്കുകയും 10,000-കണക്കിന് പേര് ആളുകൾ അതിൽ വർക്ക് ചെയ്യുകയും അതിന്റെ തലവനായ വ്യക്തിയുടെ പേരാണ് ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്നുള്ള വ്യക്തി. ഓപ്പൺഹൈമർ എന്നറിയപ്പെടുന്നു. ആ വ്യക്തി ആറ്റം ബോംബിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ രസകരമായ വ്യക്തിത്വമാണ്. ആ വ്യക്തിയുടെ വർദ്ധിതമായ ആവേശം, കാരണം ഇങ്ങനെ ഏറ്റവും ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ പരിവർത്തനപ്പെടുത്തി ഊർജത്തെ സൃഷ്ടിക്കാനുള്ള, ഊർജമാക്കി തീർക്കാനുള്ള ആ ഒരു പരീക്ഷണം അത്യധികം ഉത്സാഹത്തോടെ ആ വ്യക്തി ചെയ്യുകയും അങ്ങനെ ആ പരീക്ഷണത്തിൽ നിന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കുകയും 945-ൽ അമേരിക്ക പോയി ഹിരോഷിമയിലും നാഗസാക്കിയിലും ആ ബോംബ് വിക്ഷേപിക്കുകയും 10,000-കണക്കിന് പേര് കൊല്ലപ്പെട്ടു. ഈ വാർത്ത ആദ്യം കേട്ട സമയത്ത് ഓപ്പൺഹൈമറിന് വലിയ സന്തോഷമാണ്, തന്റെ ഇത്ര വിഖ്യാതമായ പരീക്ഷണം വിജയിച്ചുവല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഈ വാർത്തകൾ അറിയാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിമിഷം അതാത് നിമിഷങ്ങളിൽ വാർത്ത കേൾക്കുന്നത് പോലെ, അറിയുന്നത് പോലെ വാർത്ത കേൾക്കാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. പിന്നീട് അറിഞ്ഞു 10,000-കണക്കിന് ആളുകൾ മൃഗീയമായി കൊല്ലപ്പെട്ടു. പലരും ആവിയായിപ്പോയി. ഇത് പുറത്തുവിട്ട താപം കാരണം സമീപത്തുള്ള പലരും ആവിയായിപ്പോയി. മാത്രമല്ല അനന്തര ഫലമായിട്ടുണ്ടായിരുന്ന റേഡിയേഷൻ, ആ റേഡിയേഷൻ ബാധിച്ച് 1000-കണക്കിന് പേര്, ലക്ഷക്കണക്കിന് പേരുടെ ജീവിതം ദുരന്തപൂർണമായി തീർന്നു. അങ്ങനെ വിഖ്യാത ശാസ്ത്രജ്ഞനായ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആ വ്യക്തി പിന്നീട് മാനസികമായി ദുഃഖിച്ച് നരകിച്ചാണ് മരിച്ചത്. അദ്ദേഹം അമേരിക്കൻ ഗവൺമെന്റിനോട് പോലും പിന്നീട് പോരാടി, യുദ്ധവിരുദ്ധ പോരാട്ടത്തിൽ. അവസാനം അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തെ അപമാനിച്ച് പുറത്താക്കുക ചെയ്യുന്നു. എല്ലാ പദവിയിൽ നിന്നും പുറത്താക്കി. എന്തോ ഭാഗ്യത്തിന് ജയിലിൽ അടച്ചില്ല. ഒരു ഘട്ടത്തിൽ രാജ്യദ്രോഹ കുറ്റം വരെ ചാർത്തി. നമുക്ക് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി വിരാജിച്ച വ്യക്തിയാണ് പിന്നീട് അപമാനിതനായി പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹം ജീവിതാവസാനം വരെ എപ്പോഴും, കാരണം എന്റെ ഒരു പരീക്ഷ, എന്റെ ഒരു സിദ്ധാന്തം, ഒരു പരീക്ഷണം കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടു, ദുരന്തത്തിലായി എന്നുള്ള ആ ഒരു തീവ്രമായ കുറ്റബോധം ആ വ്യക്തിയെ ആകെ ജീവിതാവസാനം വരെ നരകിച്ച് കൊന്നുകളഞ്ഞു. മനസ്സമാധാനം പരിപൂർണമായി നഷ്ടപ്പെട്ടു. നമുക്ക് അറിവ്, ഏറ്റവും ഗംഭീരമായ അറിവ് നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇങ്ങനെ നമുക്കൊരു ചെറിയ സാധനം പോലും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ആറ്റത്തിൽ വിഭജനം നടത്തിയ മഹാകണ്ടുപിടുത്തം നടത്തിയിട്ടും എന്തു സംഭവിച്ചു? ആത്യന്തികമായി ജീവിതം തകർന്നുപോയി. എന്തുകൊണ്ട്? കാരണം ഏതൊരു അറിവിലും ആ അറിവിൽ ഈശ്വരാംശം പ്രകടമാകുമ്പോഴേ, ഗുരുദേവൻ പറഞ്ഞു ഉദ്ദേശ്യ ജഗതാം ഹിതം എന്ന് പറഞ്ഞു. ഈ ലോകത്തിന്റെ ഹിതം, ജ്ഞാനാഗ്നിന ദഗ്ധ്വ ജ്ഞാനാഗ്നിന സർവം ഉദ്ദേശ്യ ജഗതാം ഹിതം. ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, ആ അറിവ് സർവ്വതിനെയും ദഹിപ്പിക്കണം. ആറ്റം ബോംബ് സർവ്വതിനെയും ദഹിപ്പിക്കണം. പക്ഷെ എന്താണ്? ലോകഹിതം അത് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അറിവാകുന്ന അഗ്നി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുർവികാരങ്ങളെയും ദഹിപ്പിക്കണം. മാത്രമല്ല അറിവിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഉദ്ദേശ്യ ജഗതാം ഹിതം, ലോകത്തിന്റെ ഹിതമായിരിക്കണം. ആ ലോകത്തിന്റെ ഹിതം എന്നതിലാണ് ഈശ്വര കൃപ ഉള്ളത്. അപ്പൊ ഏതൊരറിവും പൂർണ്ണമാകുന്നത് ഈശ്വര കൃപയിലാണ്. അത് ഭൗതികമായ തലത്തിൽ ഏറ്റവും ഉന്നതമായ അറിവ് ആയിക്കൊള്ളട്ടെ, ആധ്യാത്മികമായ തലത്തിൽ വേദവിദ്യ ആയിക്കൊള്ളട്ടെ,
ആ അറിവിലെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണതയുണ്ട്. അതുകൊണ്ടാണ് എത്ര വലിയ അറിവ് നേടിയ ശ്രുതി വിശാരദന്മാരും ജഗദംബികയെ പൂജിക്കുന്നത്. കാരണം എന്താണ്? ജഗദംബിക ഇല്ലാതെ അറിവ് കേവലം ജഡമാണ്. ജഗദംബിക ചേരുമ്പോഴേ അറിവ് ചൈതന്യവത്തായിട്ട് മാറുകയുള്ളൂ. അപ്പൊ ഈ ശ്ലോകത്തില് നമുക്ക് മറ്റൊരു ആശയത്തെയും കാണാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആശയമാണ്. കാരണം അഹം ത്വാം പരാം ഗതിം ഉപൈമി എന്ന് കുമാരനാശൻ പറഞ്ഞു. ഞാൻ നിന്നെ പരമമായ ഗതിയായി, നിന്നെ പരമമായ ഗതിയായി കണ്ട് നിന്നെ തന്നെ ശരണം പ്രാപിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരണാഗതി എന്നുള്ളത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉത്പന്നമാകുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. നമ്മൾ മാനസികമായി ഒരുപാട് നേട്ടങ്ങൾ നേടുന്നുണ്ട്. ഭൗതികമായി നേട്ടങ്ങളെ നേടുന്നത് പോലെ തന്നെ മാനസികമായും നേട്ടങ്ങൾ നേടുന്നു. അങ്ങനെയുള്ള മാനസികമായ നേട്ടങ്ങൾ ഏറ്റവും വലിയ നേട്ടമാണ് നമ്മുടെ ഉള്ളിൽ ശരണാഗത ഭാവം ഉത്പന്നമാകുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഗീതയിൽ പറയും. ഈ ശരണാഗത ഭാവം നിർബന്ധമായിട്ടും ഓരോ വ്യക്തിയിലും ഉത്പന്നമാകും. നമ്മൾ കരുതുകയാണ്, ഞാൻ അങ്ങനെ എവിടെയും ആരുടെയും മുമ്പിലും, ഒരു ദേവീദേവന്റെ മുമ്പിലും, ഒരു ഗുരുനാഥന്മാരുടെ മുമ്പിലും ഞാൻ തലകുനിക്കില്ല. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു, എനിക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് ആരുടെയും, ഒരു ദേവതയുടെയും, ഒരു ഗുരുക്കന്മാരുടെ മുമ്പിൽ തലകുനിക്കേണ്ട കാര്യമില്ല എന്ന് നാം സ്വയം വിശ്വസിക്കുന്നു. പക്ഷെ ആ വിശ്വാസം പ്രപഞ്ചം തന്നെ കീഴ്മേൽ മറിക്കും. അത് ഏതൊരു മനുഷ്യനായി, ആ മനുഷ്യൻ ചിലപ്പോൾ ഇന്നല്ല നാളെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ആ ഒരു ഭാവത്തിലേക്ക് ഉയരുന്നത്. പക്ഷേ എന്നെങ്കിലും ആ ഭാവത്തിലേക്ക് ഉയർന്നേ പറ്റൂ. കാരണം പ്രപഞ്ചം അങ്ങനെയാണ് ഇവിടെ സിസ്റ്റത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്രപഞ്ച സംവിധാനത്തിൽ നിന്ന് നമ്മളെ മാത്രം മാറ്റിയെടുത്താൻ കഴിയും. നമ്മൾ എങ്ങോട്ട് മാറ്റിയെടുത്തും? നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം പ്രപഞ്ചത്തിന്റെ നെറ്റ്വർക്കിൽ പെടുന്ന സ്ഥലം തന്നെയാണ്. അപ്പൊ അഹം ത്വാം പരാം ഗതി മുബിം, ഞാൻ നിന്നെ തന്നെ പരമമായ ഗതിയായി ശരണം പ്രാപിക്കുന്നു എന്നൊരു ആശയം ഒരു വ്യക്തിയിൽ എങ്ങനെ വന്നു? ശരണാഗതി എങ്ങനെ വന്നു? നമ്മൾ ദർശനമാലയുടെ അധ്യയനത്തിൽ, ദർശനമാല വിചാരം ചെയ്യുന്ന വേളയിൽ, ദർശനമാല കൃതിയുടെ അധ്യയനത്തിൽ ആദ്യത്തെ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ ഫസ്റ്റ് ക്ലാസ് വീണ്ടും പോയി യൂട്യൂബിൽ ഒന്ന് കേട്ടാൽ മതി. അതില് വിവിധ ഘട്ടങ്ങൾ, ഒരു വ്യക്തി ദർശനത്തിലേക്ക് ഉയരുന്ന വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പരിസ്ഥിതിവാദം, അതേപോലെ കർമ്മവാദം, ഈശ്വരവാദം. അപ്പൊ അതിനെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരണാഗതിയുടെ തത്വദർശനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ ഗുരു പറയുന്നുണ്ട്, കാതരഹ എന്നുള്ളൊരു പ്രയോഗം ചെയ്യുന്നുണ്ട്. കുമാരനാശൻ കാതരഹ എന്നുള്ള പ്രയോഗം ചെയ്യുന്നു. എന്താണ് കാതരഹ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു, ഭയഭീതനായ, ദുഃഖിതനായ. ഈ കാതര എന്നുള്ള ഭാവത്തെയാണ് കാർപ്പണ്യം എന്ന് പറയുന്ന മറ്റൊരു പദത്തിലൂടെയും ആചാര്യന്മാര് പറയുന്നത്. ഒരു വ്യക്തിയെ ശരണാഗതിയിലേക്ക് നയിക്കുന്ന 6 വിധ ഹേതുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹേതു കാർപ്പണ്യമാണ് എന്ന് വൈഷ്ണവ ദർശനം പറയുന്നുണ്ട്. കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം അങ്ങേയറ്റത്തെ നിസ്സഹായത എന്നാണ്. അങ്ങേയറ്റത്തെ നിസ്സഹായത, അങ്ങേയറ്റത്തെ ദൈന്യത എന്നാണ്. ഈ അങ്ങേയറ്റത്തെ നിസ്സഹായത, അങ്ങേയറ്റത്തെ ദൈന്യതയാണ് കാതര എന്ന വാക്കിലൂടെ നമ്മൾ ഇവിടെയും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു നിസ്സഹായത വരും, ഒരു ദൈന്യത വരും. ആ ദൈന്യത വന്നു കഴിഞ്ഞാൽ ശരണാഗതിയുടെ ഒരു പ്രഥമ ഹേതു നമ്മളിൽ ജനിക്കും. ഒരു ചെറിയ ഒരു മൂവ്മെന്റ്, ശരണാഗതിയിലേക്ക് ഒരു ചെറിയ മൂവ്മെന്റ് ജനിക്കും. എന്തുകൊണ്ട് ദൈന്യത വരുന്നു? നോക്കൂ, നമ്മുടെ നിലനിൽപ്പിന് ആധാരമായി ഒരുപാട് വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. സചേതനവും അചേതനവും ജഡവും ചൈതന്യവത്വവുമായ ഒരുപാട് വസ്തുക്കൾ ഈ ലോകത്ത് നാം ഇന്നിങ്ങനെ നിലനിന്ന് വലിയ രീതിയിൽ ജീവിക്കുന്നതിന്റെ പുറകിൽ ഒരുപാട് വസ്തുക്കൾ. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ഒരുപാട് വസ്തുക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ആ പ്രദേശത്തിലെ നിയമ സംവിധാനങ്ങൾ. ഒരു പ്രദേശത്ത് നിയമ സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ധനമുണ്ടായാലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അരാജകത്വം വരും. ഇപ്പൊ നോക്കൂ, വിദൂര സ്ഥലത്ത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ജീവിതത്തിന് പോലും താറുമാറ് സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും കിട്ടാനില്ല. അപ്പൊ നമ്മുടെ നിലനിൽപ്പിന് അനേകായിരം ഘടകങ്ങൾ ഇപ്പോൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ അനേകായിരം ഘടകങ്ങൾ ആശ്രയിച്ചാണ് നമ്മുടെ നിലനിൽപ്പുണ്ടാകുന്നത്. പക്ഷെ ഏറ്റവും വലിയൊരു സമസ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നിലനിൽപ്പിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും
വളരെയധികം യാദൃശ്ചികതയുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ അസാന്നിധ്യം ഏത് ഘടകത്തിലും എപ്പോഴും സംഭവിക്കാം. നാം ഇന്ന് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായി ഏറ്റവും വലിയ ആധാരമായി മാനിക്കുന്ന വസ്തുക്കൾ, വ്യക്തികൾ, വൈഭവങ്ങൾ, അവയുടെ സാന്നിധ്യത്തിൽ നാം സന്തോഷവാന്മാരായി, സന്തോഷവതികളായി മുന്നോട്ട് പോകുന്നു. പക്ഷെ അപ്രതീക്ഷിതമായ അസാന്നിധ്യം, അവയും നമ്മളും തമ്മിലുള്ള അപ്രതീക്ഷിതമായ വിയോഗം, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. ഈ അപ്രതീക്ഷിതമായ വിയോഗം നമ്മെ തകർത്ത് കളയുന്നു. കാരണം എന്താണ്? എൻ്റെ അസ്തിത്വം, ഞാൻ വിശ്വസിക്കുന്നത് അവരിലാണ്. അവരില്ലാതാകുന്നതോട് കൂടി എൻ്റെ ഉള്ളിൽ നിലനിൽപ്പിന്റെ അങ്ങേയറ്റത്തെ ഒരു പോരാട്ടം വരുന്നു. ആ പോരാട്ടം എന്നെ നിസ്സഹായനാക്കുന്നു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നാം ഇത്തരം ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും സഹായമെന്ന് കരുതുന്ന പല വ്യക്തികളും, വസ്തുക്കളും, വൈഭവങ്ങളും നമ്മളിൽ നിന്ന് പല കാലങ്ങളായി അകന്നു പോയിട്ടുണ്ട്. താൽക്കാലികമായ അകൽച്ചയോ ശാശ്വതമായ അകൽച്ചയോ. ആ സമയത്തെല്ലാം നമ്മൾ പതറിപ്പോയിട്ടുണ്ട്. ഞാനിനി എന്തിനു ജീവിക്കണം ഭഗവാൻ? അവനില്ലാതെ, അവളില്ലാതെ എനിക്കിനി എന്ത് ജീവിതം? ആ പതർച്ചയിൽ നിന്ന് അതിനെ മറികടക്കാൻ കഴിയാതെ ഒരു പക്ഷെ ആത്മഹത്യ വരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. കാരണം എന്താണ്? എൻ്റെ നിലനിൽപ്പ് ആ വസ്തുവിന്റെ, ആ വ്യക്തിയുടെ നിലനിൽപ്പിന്റെ ആധാരത്തിലാണ്. അപ്പൊ ഈ അപ്രതീക്ഷിത വിയോഗം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ സംസാരിക്കുന്ന ഈ നിമിഷം സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കാരണം പ്രപഞ്ചം അങ്ങനെയാണ് സിസ്റ്റത്തെ ക്രമമാക്കിയത്. നമുക്ക് ഒരിക്കലും മുൻകൂട്ടി അറിയില്ല ഈ അപ്രതീക്ഷിത വിയോഗം എന്ന് എപ്പോഴാണ് സംഭവിക്കുന്നത്. ഈ വിയോഗം എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം മരണത്തെ മാത്രം എടുക്കരുത്. നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ഏതൊന്നിന്റെയും അസാന്നിധ്യത്തെയാണ് വിയോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് നിരന്തരം ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ശാശ്വതമായ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അയ്യോ, ഞാൻ എന്തിനെ ആശ്രയിച്ചിട്ടോ അതെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോവുകയാണല്ലോ, എന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ. ശാശ്വതമായ എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഒരിക്കലും എന്നിൽ നിന്ന് അകലാത്ത, എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ ശാശ്വതമായ ഒരു സദ്വസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ശാശ്വതമായ ഒരു സദ്വസ്തു എനിക്ക് വേണം, അതിന്റെ ആധാരത്തിൽ എനിക്ക് നിലനിൽക്കണം എന്നുള്ള ശ്രദ്ധയുടെ ചെറിയ നാമ്പുകൾ ഉത്പന്നമാകുന്നത് ഈ കാതരഭാവം ഉണ്ടാകുമ്പോഴാണ്, അഥവാ കാർപ്പണ്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ കാതരഹ അഹം, ഭയഭീതനായ ഞാൻ എന്ന് പറയുമ്പോൾ ആശാൻ അപ്പുറത്ത് ശരണാഗത ഭാവത്തെയും പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഭയമുണ്ടെങ്കിൽ പേടിക്കണ്ട, നീ ശരണാഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരണാഗതി നമ്മളിൽ ഉത്പന്നമാകുന്നതിന്റെ ആദ്യ ഹേതുവാണ്, പ്രഥമ ഹേതുവാണ് കാതരഹ അഥവാ കാർപ്പണ്യം എന്ന് പറയും. അപ്പൊ ഈ നിസ്സഹായതയുടെ, നമുക്കുണ്ടായ ഈ നിസ്സഹായതയുടെ അനേകം പിരിവുകളെയാണ് കുമാരനാശാൻ വളരെ കാവ്യാത്മകമായി മതഭേദ നിർഗമാൻ ദുർഗമാൻ പഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ നിസ്സഹായതയാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ നിലനിൽപ്പിന് ആശ്രയമായി നാം എന്തിനെയൊക്കെ കണ്ടുപോകും. വ്യക്തികളെ കണ്ടു, സിദ്ധാന്തത്തെ കണ്ടു, രാഷ്ട്രീയ പാർട്ടികളെ കണ്ടു, കുടുംബത്തെ കണ്ടു, പ്രസ്ഥാനത്തെ കണ്ടു, ആശ്രമത്തെ കണ്ടു, എൻ്റെ മനസ്സിനെ കണ്ടു, ശരീരത്തെ കണ്ടു, എല്ലാം കണ്ടു. അവയെല്ലാം കാലാകാലങ്ങളിൽ എന്നിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഈ നിസ്സഹായത, പരിപൂർണമായ നിസ്സഹായ അവസ്ഥയിൽ അനേക വിഭ്രമാത്മകമായ പിരിവുകൾ നമ്മുടെ മുമ്പിൽ കണ്ടു. ഇതേ നിസ്സഹായത തന്നെ പല പല പിരിവുകളായിട്ടും കാണും. ഈ പിരിവുകൾ എന്തു പറയുന്നു? മതഭേദ നിർഗമൻ. അനേക അഭിപ്രായങ്ങൾ, അനേക കാഴ്ചപ്പാടുകൾ, അനേക ആശയങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഈ ദുഷ്കരമായ പാതകൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ എങ്ങോട്ട് പോകും, എന്തിനാശ്രയിക്കും എന്നുള്ള വല്ലാത്ത സമസ്യയിലാണ്. നമുക്ക് ഈ അനേക ദുഷ്കരമായ പാതകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴി മാത്രമല്ല, കോട്ടയം ടു കുമളി KK റോഡ് മാത്രമല്ല, ഒരുപാട് പാതകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരുപാട് പാതകൾ. ഈ പാതകൾ പലതും വളരെ ദുഷ്കരവുമാണ്. അതില് ഒരു പാതയാണ് ആചാര്യന്മാര് പറയുന്നത് കേവല യുക്തിയുടെയും ബുദ്ധിയുടെയും വഴി എന്നുള്ളത്. കേവല യുക്തിയുടെയും ബുദ്ധിയുടെയും വഴി എന്നുള്ളത്, ആ വഴി ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കണക്കുകൂട്ടലുകളും നടത്തുന്നു, പല കാര്യങ്ങളും വിലയിരുത്തുന്നു. കണക്കുകൂട്ടലുകളും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ യുക്തിയുടെയും ആധാരത്തിലാണ്. ഇതിങ്ങനെ സംഭവിക്കും, നാളെ അങ്ങനെ സംഭവിക്കും, മറ്റന്നാൾ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ആ കണക്ക് കൂട്ടലിന്റെ
ആ വിലയിരുത്തലിന്റെ ആധാരത്തിലാണ് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ആ വഴി എന്ത് സംഭവിക്കുന്നു? ആ വഴി ദുർഗമമായിട്ട് മാറുന്നു. ദുർഗമാൻ പതഃ. എങ്ങനെ ദുർഗമമാകും? നമ്മൾ എത്ര കണക്ക് കൂട്ടി കഴിഞ്ഞാലും നാം നേരത്തെ പറഞ്ഞ സംഭവമുണ്ട്, ആര് നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നൊരിക്കലും അറിയില്ല. അത് നമുക്ക് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും കണക്കൂട്ടി പറയാൻ സാധിക്കുമോ? ഒരാൾ ഇന്ന ദിവസം പോകുമെന്ന് ഒരു മനുഷ്യന് സാധിക്കില്ല. നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ ഏതെങ്കിലും സാഹചര്യം, ഏതെങ്കിലും വസ്തുക്കൾ, ഏതെങ്കിലും വ്യക്തികൾ എപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മൾ എത്ര കണക്കൂട്ടിയാലും ആ കണക്കൂട്ടൽ പിഴച്ചു പോകുന്നു. അതുപോലെ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഈ വലിയ അനന്തത, ഈ അനന്തയെക്കുറിച്ച് മനുഷ്യ സമൂഹത്തിന് എന്നും കണക്കൂട്ടാൻ കഴിയില്ല. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്താണ്. അത് പിന്നെ നമ്മുടെ ആ സിദ്ധാന്തം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധം വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്ന് കരുതാം. പക്ഷെ നമ്മളെ കണക്കൂട്ടൽ ഏറ്റവും പിഴച്ചു പോകുന്നത് ഈ അസാന്നിധ്യത്തിലാണ്. എപ്പോഴാണ് ആരാണ് പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്നോട് കളിക്കണ്ട, ഞാൻ വർഷങ്ങൾ ഹിമാലയത്തിൽ തപസ് ചെയ്ത വലിയ സന്യാസിയാണ്, ഭസ്മമാക്കി കളയും എന്ന് പറയുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു? അറ്റാക്ക് വന്നു, പിന്നെ ആൾ മരിച്ചു. സ്വാമി സമാധിയായി എന്ന് പിറ്റേ ദിവസം വാർത്ത വന്നു. ഓൺലൈൻ അനുസ്മരണ കൂട്ടായ്മ, നല്ല സ്വാമിയായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ട്, പൂജിക്കാറുണ്ട്, ഹോമം ചെയ്യാറുണ്ട് പറഞ്ഞ് പ്രാർത്ഥന അനുസ്മരണം 2 ആഴ്ച കഴിഞ്ഞു. നമുക്ക് നമ്മൾ എത്ര വലിയ വലുപ്പത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കളിക്കേണ്ട, ഭസ്മാക്കി കളയും എന്ന് പറഞ്ഞ അടുത്ത നിമിഷം ഒരു അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കണക്ക് കൂട്ടലുകളിൽ നിൽക്കുന്നതെല്ലാം നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ നിസ്സഹായത വന്നു. ആ നിസ്സഹായതയിൽ നിന്ന് എനിക്ക് ആത്യന്തികമായി പരിപൂർണമായി എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് എനിക്ക് ഒന്നിനെയും നിശ്ചയിക്കാൻ കഴിയില്ല എന്നൊരു നിസ്സഹായത വരുമ്പോൾ നമ്മൾ പ്രപഞ്ച ബുദ്ധിയെ ആശ്രയിക്കും, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ ആശ്രയിക്കും. കാരണം പ്രപഞ്ച സംവിധാനമാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെന്ത് പറയാം? ത്വാം പ്രപന്നം, ഞാൻ നിന്നെ പരമമായ ശരണമായിട്ട് കാണുന്നു. ത്വാം പരാം ഗതിം ഉപേമി. അപ്പൊ ഇവിടെ ദുർഗമമായ പാത എന്താണ്? ദുർഗമമായ പാത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ട്, കണക്കുകൂട്ടൽ കൊണ്ട് നാം ചില കാര്യങ്ങളെ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. അതൊരു വഴിയാണ്. ആ വഴി എപ്പോഴാണ് ദുർഗമമാകുന്നത്? ഈ എല്ലാ കണക്കുകൂട്ടലും പാളിപ്പോകും. നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന സാഹചര്യങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ എപ്പോഴാണ് അവ നമ്മളിൽ നിന്ന് വേറുപെടുന്നത് എന്ന് നമുക്ക് കണക്കുകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതോടുകൂടി ആ പദം, ആ വഴി ദുർഗമമായിട്ട് തീരുന്നു. പക്ഷെ ദുർഗമമായി തീർന്നു കഴിഞ്ഞാൽ രക്ഷയില്ല എന്നില്ല, മറിച്ച് ഉടനെ നമ്മുടെ ഉള്ളിൽ ആ ശരണാഗത ഭാവം ഉത്പന്നമാകും. നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട്, ഇതൊന്നും ഞാനല്ല, എൻ്റെ കണക്കുകൂട്ടലിന് അപ്പുറത്തുള്ള ഏതോ ഒരു സംവിധാനമാണ് ഇതിനെല്ലാം ഒരുക്കുന്നത്. ഭവനാടകമാടും അരുംപൊരുൾ, ഈ നാടകമാടുന്ന ആ അരുംപൊരുൾ, അതിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ള ഒരു ശരണാഗത ഭാവം നമ്മൾ ഉത്പന്നമാകും. അപ്പൊ ദുർഗമമായ പദ പിന്നീട് എന്തായിട്ട് മാറി? പിന്നീട് പരാംഗതിയിലേക്ക് നമ്മെ നയിക്കുന്ന ശരണാഗത ഭാവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇനി മറ്റൊരു ദുർഗമമായ വഴിയാണ് കർത്തൃത്വ ബോധം എന്നുള്ളത്. കർത്തൃത്വ ബോധം എന്നുള്ള ആശയം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലായിട്ട്. ഇപ്പൊ കർത്തൃത്വ ബോധം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഉറച്ച ബോധ്യമാണ്. എൻ്റെ ജീവിതത്തെ ഞാനാണ് പടുത്തുയർത്തിയത്, ഞാനാണ് ഇവരെ സംരക്ഷിച്ചത്, ഞാനാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ പോസ്റ്റിലേക്ക് ഉയരാൻ കാരണം ഞാനാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തെ എന്ത് പറയുന്നു? കർത്തൃത്വ ബോധ്യം എന്ന് പറയുന്നു. അപ്പൊ ഈ കർത്തൃത്വ ബോധം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നാളേക്ക് ആവശ്യമായ എല്ലാ പദ്ധതികളും ചെയ്തു വെക്കുന്നത്. നാളെ നമ്മുടെ ജീവിതത്തിന് ഹിതകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പ്രേരിപ്പിക്കുന്നത് ഈ കർത്തൃത്വ ബോധമാണ്. പക്ഷെ നമുക്ക് ഒരു വൈറസോ അല്ലെങ്കിൽ ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പദ്ധതികളും തകരും, കീഴ്മേൽ മറയും. അപ്പൊ ഇവിടെ എന്താണ് ദുർഗമമായ വഴിയെന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ ബോധ്യത്തിന്റെ ആധാരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നു. ആ പടുത്തുയർത്തിയ ജീവിതം തകർന്ന് തരിപ്പണമാകാൻ വളരെ നിസ്സാരമായ സമയം മതി. ഏതെങ്കിലും ഒരു വൈറസ് ബാധിച്ചു ലോകം മൊത്തം, അല്ലെങ്കിൽ വലിയൊരു പേമാരി പ്രകൃതി ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായി, മൊത്തം തകരും.
അപ്പൊ ജീവിതത്തെ എന്റെ കർത്തൃത്വ ബോധ്യത്തിലൂടെ പരിപൂർണമായും നിയന്ത്രിക്കാമെന്നുള്ള ആ ശ്രമം വൃഥാവിലാണെന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കർത്തൃത്വ ബോധ്യം നമ്മൾ ദൃഢമായി തീരുന്തോറും ഈ ജീവിതത്തെ പൂർണ്ണമായും എന്റെ കൺട്രോളിൽ തന്നെ വെക്കാം, ഞാൻ ഉദ്ദേശിച്ച പോലെ കൊണ്ടു നടക്കാം എന്നുള്ളത് പ്രപഞ്ചം തന്നെ അടിച്ച് ഇല്ലാതാക്കി തരും. അതോടുകൂടി ആ ശ്രമം പാഴാണെന്ന് മനസ്സിലാക്കും. ഇത് നമ്മൾ നെഗറ്റീവിനെ ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുന്നതല്ല, മറിച്ച് ദുർഗമമായ വഴിയിൽ നിന്ന് ശരണാഗത ഭാവം എങ്ങനെ ഉത്പന്നമാകുമെന്ന ആശയത്തെ മനസ്സിലാക്കാനാണ് വിചാരം ചെയ്യുന്നത്. അപ്പൊ കർത്തൃത്വ ബോധ്യം എന്നുള്ളത് ഒരു ദുർഗമമായ വഴിയാണ്. ഒരു ഘട്ടത്തിൽ ആദ്യം സുഖകരമായിരിക്കും. ആ ദുർഗമമായ വഴി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജീവിതം എന്റെ നിയന്ത്രണത്തിലല്ല. വീണ്ടും നമ്മുടെ ഉള്ളിൽ ആ പ്രപഞ്ച ശക്തിയിലേക്കുള്ള സമർപ്പണ ഭാവം ഉത്പന്നമാണ്. അപ്പൊ നോക്കൂ, ദുർഗമമായ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേവല യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നാം ചിന്തിച്ചു കൂട്ടി കണക്ക് കൂട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. രണ്ട് കർത്തൃത്വ ബോധ്യമാണ്. ഏറ്റവും പ്രബലമായി ഈ ശ്ലോകത്തിൽ ആശാൻ വരച്ചു കാണിക്കുന്ന ഏറ്റവും വലിയ ദുർഗമമായ വഴി എന്നുള്ളത് മതഭേദ നിർഗമാൻ ദുർഗമാൻ പദ എന്നുള്ളത്. സമാധാനത്തിനും കൃതാർത്ഥതയ്ക്കും വേണ്ടി ഇപ്പൊ നമ്മളെല്ലാവരും ആത്യന്തികമായി സമാധാനത്തെ കാക്ഷിക്കുന്നു, കൃതാർത്ഥത സാറ്റിസ്ഫാക്ഷനെ കാക്ഷിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി അനേക വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏത് വഴിയിൽ പോകണം എന്നുള്ള ആശയക്കുഴപ്പം ആദ്യം ഉണ്ടാവും. ശരി, ഏതെങ്കിലും ഒരു വഴിയിൽ പോകാൻ തുടങ്ങും. ഇനി ഏതെങ്കിലും ഒരു വഴി പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമാധാനത്തെ ആഗ്രഹിച്ച് എന്റെ മതം സമാധാനമാണ് എന്ന് വിശ്വസിച്ച് സമാധാനത്തെ ആഗ്രഹിച്ച് ആ വഴിയിലൂടെ പോകുന്ന നമ്മള് പിന്നീട് ലോകത്തിന് മൊത്തം എന്ത് കൊടുക്കും? സമാധാനക്കേട് കൊടുക്കും. എങ്ങനെ സമാധാനക്കേട് കൊടുക്കും? എന്റെ വഴിയാണ് ശരി, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിയാണ് എന്റെ വഴി, നിങ്ങൾ പോകുന്ന വഴികളെല്ലാം തെറ്റാണെന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ എന്റെ വഴി ശ്രേഷ്ഠവും മറ്റുള്ളവർ പോകുന്ന വഴികൾ തെറ്റാണെന്ന് സ്ഥാപിച്ച് ആ മറ്റുള്ളവരെ എന്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കും. തദ്വാര വലിയ സംഘർഷം ഉണ്ടാകും. ആ വഴികൾ എന്തായിട്ട് മാറും? പൂർണ്ണമായും ദുർഗമമായ പദമായിട്ട് മാറും, ദുഷ്കരമായ പദമായിട്ട് മാറും. നമ്മൾ നോക്കൂ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മുമ്പിൽ ആ വ്യക്തി ഏതെല്ലാം വഴികളിലൂടെ എത്തി, ഏതൊക്കെ കാലം എങ്ങനെയൊക്കെ പോയി, കുറെ കാലം നിരീശ്വരവാദിയായിട്ട് മാറി, കുറെ കാലം ഈശ്വരവിശ്വാസിയായിട്ട് മാറി, കുറെ കാലം വേദാന്തിയായി നോക്കി, കുറെ കാലം ഗൃഹസ്ഥാശ്രമിയായി, കുറെ കാലം സന്യാസിയായി, പല 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 വഴികളിലും പോയി 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 അവസാനം ഒരു വഴിയിൽ നിന്നും ആത്യന്തികമായ സമാധാനം കിട്ടാതെ ജീവിതം ദുഷ്കരമായിട്ട് മാറിക്കഴിഞ്ഞു. ഒരേ ഒരു ആശയത്തിൽ തന്നെ ലോകത്ത് ഇപ്പൊ ശ്രീനാരായണ ധർമ്മം കൃതിയിൽ ഗുരുദേവൻ മതദർശനത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെളിവാക്കുന്നുണ്ട്. ലോകത്തില് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പഠിച്ച ധർമ്മം എന്നുള്ളത് എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന വ്യത്യസ്തതകളെ, വൈരുദ്ധ്യങ്ങളെ എല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി, ഒരു ഉപായമാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മം എന്ന് പറയുമ്പോൾ സൂത്രേ മണികളായി വ്യത്യസ്തമായ മണികളെ ഒരു നൂലിൽ ഒരു മാലയാക്കി നമുക്ക് കോർക്കാൻ പറ്റും. വ്യത്യസ്തമായ പുഷ്പങ്ങളെ ഒരു നൂലിൽ മാലയാക്കി കോർക്കാൻ പറ്റും. പുഷ്പമാല ഉണ്ടാകും. പുഷ്പമാലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുഷ്പമാണോ നൂലാണോ? നൂലാണ്. നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാലയില്ല, പുഷ്പങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ആ പുഷ്പങ്ങളെ മാലയാക്കുന്നത് നൂലാണ്. വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെ നല്ല മനോഹരമായ വനമാലയാക്കി മാറ്റുന്നത് അതിനെ കെട്ടിയിരിക്കുന്ന നൂലാണ്. ഇതേപോലെ തന്നെയാണ് ധർമ്മവും. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തങ്ങളായ ചിന്താഗതികൾ, വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾ, വ്യത്യസ്തങ്ങളായ മതങ്ങൾ, വ്യത്യസ്തങ്ങളായ ഇസങ്ങൾ, വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ ദേശങ്ങൾ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പരസ്പരം വൈരുദ്ധ്യങ്ങളാണ്. ഈ വൈരുദ്ധ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആചാര്യന്മാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളുണ്ട്. അതിനെ നമ്മൾ സമന്വയ ദർശനം എന്ന് പഠിച്ചു. ആ സമന്വയ ദർശനമാണ് ലോകത്ത് കാണുന്ന എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷെ രസകരമായ കാര്യം പറഞ്ഞുതരാം, ആ സമന്വയം എപ്രകാരമാകണം എന്നുള്ളതിലാണ് ഭേദമുള്ളത്. എല്ലാ മതങ്ങളും പറയുന്നത് ഇവിടെ മനുഷ്യകുലത്തിൽ ഉള്ള എല്ലാ വൈരുദ്ധ്യങ്ങളെയും മാറ്റി ഒരു ഏകോദര സഹോദര ഭാവത്തിൽ എല്ലാവരും കൊണ്ടുപോകാം. അതിന് ചില മതങ്ങൾ എന്ന് പറയുന്നു, ചില മതങ്ങൾ പറയുന്നു എപ്പോഴും വൈരുദ്ധ്യം നിലനിൽക്കുന്നത് രണ്ടോ മൂന്നോ ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എന്റെ ആശയം ഇവിടെ ഉണ്ടാകുന്നു, അവന്റെ ആശയം അവിടെ ഉണ്ടാകുന്നു, വേറൊരാളുടെ ആശയം വേറെ സ്ഥലത്തുണ്ടാകുന്നു. ഈ ആശയങ്ങൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഏറ്റുമുട്ടും. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്റെ ആശയം മാത്രം ഈ ലോകത്ത് വ്യാപകമായ മതി, നിങ്ങളുടെ ആശയങ്ങളൊന്നും വേണ്ട. ഒരൊറ്റ ആശയം മാത്രം, ഒരൊറ്റ മതം മാത്രം. ഒരു മതം ആകുവതിന്നുരപ്പതെല്ലാവരും എന്ന് ഗുരു പറഞ്ഞതുപോലെ ഇത് വാദികൾ ആരും ഓർക്കുകയില്ല. എന്റെ മതം ഏകമതമാക്കണമെന്ന്
പറഞ്ഞൊരു കൂട്ടർ ഇവിടെ സമന്വയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അപ്പോൾ രക്തച്ചൊരിച്ചിലുണ്ടാകും. കാരണം എല്ലാവരും പറയുന്നത് അവരവരുടെ മതമാണ് ശ്രേഷ്ഠമെന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കൂട്ടർ എന്റെ മതം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് അതിനെ ഏകമതമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും. ഈ ചില കൂട്ടർ പറയുന്നു നിങ്ങളുടെ മതം ഉദ്ഘോഷിക്കുന്ന ഈശ്വരൻ ഡിഗ്രി കുറഞ്ഞ ഈശ്വരനാണ്, എന്റെ മതം ഉദ്ഘോഷിക്കുന്ന ഈശ്വരൻ ഇച്ചിരി ഡിഗ്രി കൂടിയ ഈശ്വരനാണ്. അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ ഈ ലോകത്ത് നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ സമന്വയം ചെയ്യാൻ വേണ്ടി അവതരിച്ച മതങ്ങൾ അവ എന്ത് ചെയ്യുന്നു? തത്വത്തിൽ ഈ ലോകത്തിന്റെ സമാധാനക്കേടും വൈരുദ്ധ്യങ്ങളും വീണ്ടും വർദ്ധിപ്പിക്കുന്നു. കാണാത്ത ഒരു ആചാര്യൻ പറഞ്ഞ വാക്ക് എനിക്ക് എപ്പോഴും സ്മരണയിൽ വരും. ഞാനത് പറയാറുണ്ട്. കാണാത്ത സ്വർഗത്തിന് വേണ്ടി കാണുന്ന ഭൂമിയെ നരകമാക്കി തീർക്കുന്നു. നമ്മൾ ആരും ഒരിക്കലും സ്വർഗത്തെ നേരിട്ട് കണ്ടില്ല. സ്വർഗത്തിൽ പോയി അവിടുത്തെ വിശാലമായ സുഖഭോഗങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എല്ലാ മതങ്ങളും സ്വർഗീയ സുഖങ്ങളെ കുറിച്ചും പരലോകത്തെ കുറിച്ചും വലിയ വായി ഇങ്ങനെ പറയുന്നു. ഇപ്പൊ കാണാത്ത സ്വർഗത്തിന് വേണ്ടി കാണുന്ന ഭൂമിയെ നരകമാക്കി തീർക്കുന്നു. ഇതാണ് മതഭേദ നിർഗമനം. ഇവിടെ മതം എന്നുള്ളതിന് അനേക കാഴ്ചപ്പാടിന് അർത്ഥം കൊടുക്കാം. ഈ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ മുമ്പിൽ പ്രായോഗികമായിട്ടുള്ള മതമായിട്ട് മാറുന്നത്. ഇനി ഏതെങ്കിലും ഒരു മതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ മതത്തിൽ തന്നെ പല ഉൾപ്പിരിവുകളുമുണ്ട്. ഇനി നമ്മൾ ശ്രീനാരായണ ദർശനത്തെ ആശ്രയിച്ച് പോകുന്ന ശ്രീനാരായണ സമൂഹത്തിൽ ചില ആചാര്യന്മാര്, അതിന് ചില ആളുകൾ, ചില ധർമ്മപ്രചാരകര് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഗുരുവിനെ ദേവനായി കാണരുത്, ബ്രഹ്മമായി മാത്രമേ കാണാവൂ എന്ന് ചിലർ പറയുന്നു. അപ്പൊ അതിന്റെ പേര് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എങ്ങനെയാണ് ഗുരുവിനെ ദേവനായി കാണരുത്, ബ്രഹ്മമായി മാത്രമേ കാണൂ എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ അങ്ങനെ പറയുന്നു. ഇനി ചില കൂട്ടർ പറയുന്നു ഗുരുദേവൻ നല്ലൊരു മനുഷ്യനാണ്. ചില കൂട്ടർ പറയുന്നു ഗുരുദേവൻ വലിയ കൃതികളൊക്കെ എഴുതിയ നല്ലൊരു കവിയാണ്. ചില ആളുകൾ പറയുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഭാരതത്തിൽ നിലനിന്നിരുന്ന വലിയ സന്യാസ പരമ്പര, ശങ്കരാചാര്യ സ്വാമികൾ ഉണ്ടാക്കിയ സന്യാസ പരമ്പരയിൽ ഒരു സന്യാസിയാണ് എന്ന് പറയുന്നു. നോക്കൂ, ഒരേ വിശ്വാസധാരയിൽ പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ വെച്ച് പുലർത്തുന്നു. ഇനി പൂർണ്ണമായിട്ടും ഹിന്ദുമതത്തിന്റെ വേദാന്തം എന്ന് പറയുന്ന ഒറ്റ വഴിയെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാലും അതിലും ഭിന്നതകളുണ്ട്, ഒരുപാട് ഉൾപ്പിരിവുകളുണ്ട്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി ഒരു വഴിയെ നമ്മൾ ആശ്രയിക്കുമ്പോഴേക്കും 100,000 ആശയക്കുഴപ്പത്തിന് മുമ്പിൽ നമ്മൾ പെട്ടുപോയി. ഏതിനാശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോകും, ഏതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകും? ഇവിടെയാണ് നമ്മൾ പരമമായ ആശ്രയമായി, പരമമായ ഗതിയായിട്ട് ജഗദംബികയെ, ദേവിയെ ശരണം പ്രാപിക്കുന്നത്. നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ്. എനിക്ക് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടിയെടുക്കാൻ സ്വന്തം നിലയ്ക്ക് കഴിയില്ല. ഞാൻ പല വഴികളും ഞാൻ പരിശോധിച്ചു നോക്കി, പരിശ്രമിച്ചു നോക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയും നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ലോകത്തിൽ ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ സാധന കൊണ്ട്, പ്രയത്നം കൊണ്ട്, പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈശ്വര സാക്ഷാത്കാരം. അതെങ്ങനെയാണ് ശരിയാവുക? പിന്നെ ഞങ്ങളുടെ തപസ്സിന്, ഞങ്ങളുടെ സാധനയ്ക്ക് എന്താണ് അർത്ഥമുള്ളത്? സാധനയ്ക്ക് നമ്മുടെ അന്ധകരണ ശുദ്ധി ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും, നമുക്ക് വേണ്ട തപസ്സിലൂടെ പല സിദ്ധികളും വരും, എല്ലാം ചെയ്യാം, നമുക്ക് വായിൽ നിന്ന് ഭസ്മം എടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അവന്റെ എന്തെങ്കിലും കഴിവിന്റെ ആധാരത്തിൽ വരുന്ന ഒന്നല്ല. ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമായും ഈശ്വരന്റെ കൃപ മാത്രമാണ്. ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഭഗവാനെ നോക്കുമ്പോൾ ഭഗവാന്റെ തീവ്രമായ രശ്മികള് ഞങ്ങളുടെ കണ്ണിൽ പതിയുന്നു, ഞങ്ങളുടെ മുഖത്ത് പതിയുന്നു. നമ്മൾ ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ ഒന്ന് ആ ഹിരൺമയ പാത്രം ഒന്ന് ഇച്ചിരി ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് സത്യസ്യ അപിഹിതം മുഖം ഭൂഷണേ കർഷ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മി സമൂഹ, അങ്ങയെ മറച്ചിരിക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, സ്വർണ്ണപാത്രം, ഒന്ന് ഇച്ചിരി ഒന്ന് മാറ്റി വെക്കും, ഒന്ന് കാണണം, ഞങ്ങൾക്ക് അങ്ങയെ കാണണം എന്ന് പറയുന്നു. ജനനി നവരത്ന മഞ്ജരിയില് എന്ത് പറയുന്നു? അവസാനം ദേവിയുടെ അടുത്തേക്ക് വന്ന്, ദേവി അങ്ങ്, ഞാൻ അങ്ങയെ കാണാൻ വന്നപ്പോൾ ഒരു ലീലാപടം അങ്ങ് ധരിച്ചു, ആ ലീലാപടം ഒന്ന് മാറ്റിത്തരൂ എന്ന് പറയുന്നു. എന്താണ് അർത്ഥം, താല്പര്യം? ദേവിയുടെ, ജഗദംബികയുടെ ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ ജഗദംബികയുടെ സാക്ഷാത്കാരം നമുക്ക് അനുഭവവേദ്യമാണ്. പൂർണ്ണമായിട്ടും ഈശ്വരനാണ് ഈശ്വരന്റെ സ്വരൂപം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. നമുക്ക് ഈശ്വരനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന്റെ സ്വരൂപം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തും.
അതോടുകൂടി നമ്മുടെ ജന്മം കൃതാർത്ഥമായി. അങ്ങനെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ സ്വരൂപം വെളിപ്പെടുത്തണമെങ്കിൽ ശരണാഗത ഭാവം മാത്രമാണ് ഏക ആശ്രയം. ഞാനിതാ ഒരു ശിശുവാണ്, പിഞ്ചു കുഞ്ഞാണ്. അപ്പൊ ഒരു കുഞ്ഞു ചളിയിൽ ഇങ്ങനെ പുരണ്ട് ചളി ആകെ ദേഹത്ത് വന്നു, കളിച്ച് മുട്ടിത്തിറങ്ങി കളിച്ച മഴയത്ത് അമ്മ ഓടി വന്നിടാ, നീ എന്ത് ചെയ്യുന്നടാ എന്ന് പറഞ്ഞു അമ്മ ഓടി വന്ന് ആ കുഞ്ഞിനെ വാരി പിടിക്കും. ആ കുഞ്ഞിന്റെ ദേഹത്ത് ചളിയല്ലേ, അഴുക്കല്ലേ, അപ്പൊ എന്റെ സാരിയിൽ അഴുക്ക് പറ്റുമല്ലോ എന്ന് കരുതി ഏതെങ്കിലും അമ്മ കുഞ്ഞിനെ എടുക്കാതിരിക്കുന്നുണ്ട്. അത് മാതൃഭാവമാണ്. അതേപോലെ നമ്മൾ ജഗദംബികയുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ, വെറും ഒരു കുഞ്ഞിനെ പോലെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ ജന്മത്തെ അഴുക്കുകൾ, സംസ്കാര ജനിതമായ വാസനകൾ, ഇതെല്ലാം ആ ചളിയൊക്കെ പുരണ്ടാലും ജഗദംബിക നമ്മളെ വാരി പുണരും, ഒന്ന് വാരി കോരിയെടുക്കും. അതുകൊണ്ട് നമ്മുടെ വലിയ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, വലിയ ദൈക്ഷണികത, ഇതൊന്നും ഈശ്വര സാക്ഷാത്കാരത്തിൽ നമ്മെ നയിക്കില്ല. ഇതൊക്കെ അനിവാര്യമാണ്. പക്ഷെ ശരണാഗത ഭാവമാണ് വേണ്ടത്. ആ ശരണാഗത ഭാവത്തെ ഉദ്ഘോഷിക്കാനാണ് ആശാൻ അനേക മതഭേദങ്ങളിൽ നിന്ന് നിർഗമിച്ച ദുർഗമമായ ദുഷ്കരമായി വഴിയിൽ ഞാൻ തളർന്നിരിക്കുകയാണ് അമ്മേ ജഗദംബികെ, എനിക്ക് യഥാർത്ഥമായി മുന്നോട്ട് പോകാൻ ഇനി വേറൊരു ആശ്രയമില്ല, ഞാൻ നിന്നെ തന്നെ പരമമായ ശരണമായിട്ട് കാണുന്നു എന്ന് ശരണാഗതിയുടെ അതിഗംഭീരമായ തത്വദർശനം 3-ാമത്തെ ശ്ലോകത്തിൽ കുമാരനാശാൻ വരച്ചു കാണിക്കുന്നു. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളെ വിശകലനം ചെയ്യാം. നന്ദി, നമസ്കാരം, ഗുരുവർപ്പണമസ്തു.